ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ്. വെറും ഫ്രണ്ടല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ്. അവിടെ കയറി ചെന്നുള്ള കുറച്ച് വീഡിയോസ് എടുത്തിട്ടില്ല. അവിടെ കുടുംബശ്രീ നടക്കുകയായിരുന്നു ഗൈസ്. കുടുംബശ്രീ ഞാൻ എപ്പോൾ പോയാലും പോകുന്നൊരു വയലാണ് ഗൈസ്. ഇത് നല്ലൊരു വയലാണ്. അവിടെ നിന്നൊരു ഡാൻസ് വീഡിയോ എടുക്കാനാണ് ഞങ്ങൾ ഈ പോണേ. നീ കുറച്ച് ഫ്രണ്ടിലോട്ട് കളി. ആ ഓക്കെ 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 സ്റ്റാർട്ട്. ആരാ ഓ ഒന്ന് രണ്ടില്ല, കുറേ വട്ടം കളിച്ചു. അവസാനം കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് മാവിന് കല്ലെറിയാനാണ് ഗൈസ്. ആ വീണു ഗൈസ്, അപ്പുറത്തെ കോഴി വീണു. ഒരു മാങ്ങ എറിഞ്ഞ് വീണു. ബട്ട് അതെവിടെയാ വീണ്, എവിടെ പോയി ആർക്കും നിശ്ചയമില്ല. ഇപ്പൊ വീട്ടും കിട്ടുന്നില്ല മാങ്ങ. അവിടെ ഇപ്പുറത്തെ ഭാഗത്തുണ്ടോ? ഒരു ചെറിയ മാങ്ങ വീണത്, ബട്ട് അത് അവള് തപ്പിയിട്ട് കിട്ടിയില്ല. ടാട്ടനും പോയി തിരയേ, പിന്നെ ഞാനും പോയി തിരഞ്ഞു. അവസാനം കിട്ടി. പയ്യ പൊടി. അത് എറിഞ്ഞ് വീത്യം വാങ്ങാം. പിന്നെയുള്ള ഓളെ കയ്യിലുണ്ട്. ആ ചക്ക വീണ. ഓ ജസ്റ്റ് മിസ്. മാങ്ങ കുറേ കിട്ടി. ആ എറിഞ്ഞ് വീട്ടിയ മാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ മാങ്ങ കഴിക്കുമ്പം അത് പ്രത്യേക ടേസ്റ്റ് അല്ലേ ഗൈസ്. അത് നല്ല പുളിമാങ്ങ. എന്ത് പുളിയാ അറിയാമോ എനിക്ക്. മാങ്ങ മുറിക്കുന്ന ആളെ വയറേക്ക് ഒരു കഷ്ണം മാങ്ങ പോവുമല്ലോ. സാധാരണ അങ്ങനെയാണല്ലോ എല്ലായിടത്തും, അല്ലേ? അവിടെയൊക്കെ എങ്ങനെയാ? പറയൂ ഗൈസ്, പറയൂ. കുറച്ച് മാങ്ങ അപ്പുറത്തും എറിഞ്ഞ് വീഴ്ത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ്. നാളെ ബ്ലോഗിൽ ഒരു ഇതൊക്കെ ആ മാങ്ങയുടെ വീഡിയോ കറക്റ്റായി കിട്ടില്ലേ? ഒന്ന് നോക്കണേ. ഇതാരാ വീട്? എൻ്റെ അവിടെ ഇല്ലേ? മാങ്ങ 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 സേലം മാങ്ങ. സൂപ്പർ. കേട്ടതാ അവര്? കേട്ടതാണോ? ആണെന്ന് പറയുകയല്ല, എന്റെ മുന്നിൽ ആദ്യമായിട്ട് അവര് പറയുന്നത്. അതിന് ശേഷല്ലേ അതിന് ശേഷമാണ് നമ്മൾ പ്രാവശ്യത്തോളം കഴിക്കുന്നത്. അമ്മ വിളിച്ചു കേട്ടു.
ഓക്കെ ആ ഫസ്റ്റ് ഗൈസ് ഇപ്പൊ പറയും ഇനി വിളിക്കാനില്ല. അപ്പൊ അതാണ് സംഭവം. ഇനി വിളിക്കാം ഒരു വിളി വരാൻ ചാൻസ് ഫോണിലേക്ക് വരാം ഫോട്ടോ ഇടാം അല്ല മാങ്ങ ഒന്ന് വിറ്റാണ് ഇല്ല എല്ലാരും പറിച്ചോണ്ടല്ല പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ ചുറ്റും മാങ്ങ കഴിച്ച് പൂസായി. ഒരു മാങ്ങാഷം നേരത്തെ ഞാൻ പോകുമ്പോൾ കഴിച്ചിട്ട് വരും ഞാൻ പറഞ്ഞു ഓളായിരിക്കുന്ന ഇവിടെ തന്നെ തെളിയിക്കുന്നു. ഞാൻ കത്തിരിക്കും മതി. നമ്മൾ രണ്ടാമതും ബ്രേക്കപ്പ് സ്റ്റോറി ലവ് സ്റ്റോറി മാത്രമല്ലേ കേട്ടുള്ളൂ. ഈ കള്ള നായി ഒളിച്ചോടിയപ്പോഴുള്ള കഥകൾ കേട്ടില്ലല്ലോ. ഞാൻ ഒളിച്ചൊരു ഒളിച്ചോടി എനിക്കുണ്ടായ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. പറ എല്ലാരും വിളിച്ചോണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞു നമുക്ക് അതേ നടന്നു മറ്റത്. ഓക്കെ ആ ഫസ്റ്റ് ഗൈസ് ഇപ്പൊ പറയും ഇനി വിളിക്കാനില്ല. അപ്പൊ അതാണ് സംഭവം. ഇനി വിളിക്കാം ഒരു വിളി വരാൻ ചാൻസ് ഫോണിലേക്ക് വരാം ഫോട്ടോ ഇടാം അല്ല മാങ്ങ ഒന്ന് വിറ്റാണ് ഇല്ല എല്ലാരും പറിച്ചോണ്ടല്ല പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ ചുറ്റും മാങ്ങ കഴിച്ച് പൂസായി. ഒരു മാങ്ങാഷം നേരത്തെ ഞാൻ പോകുമ്പോൾ കഴിച്ചിട്ട് വരും ഇവിടെ ഇരി. ആ അയ്യോ ഫസ്റ്റ് ഇവിടെ എന്താ ചോദിച്ചത് നിന്റെ കൂടെ അമ്പലത്തിൽ പോവാറുണ്ട് ഇല്ല ഞാൻ ആരെപ്പുറം അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞില്ല ഗൈസ്. ഞാൻ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞോളൂ. ആ അമ്പലത്തിൽ പോവാ പറഞ്ഞേ വിളിച്ചിട്ട് കിട്ടില്ല. എനിക്ക് ടെൻഷനായി. ഞാൻ വിളിച്ചു നോക്കി. അപ്പം വിളിച്ചു നോക്കിയപ്പോൾ ഇവിടെ പോകുന്നത് ഓഫ്. അങ്ങനെ ഞാൻ അഞ്ജലീനെ വിളിച്ച് അപ്പം അഞ്ജലീനും എൻ്റെ അമ്മയെ ആരൊക്കെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. അവള് ടെൻഷന്. അങ്ങനെ പിന്നെ കിട്ടില്ല. പിന്നെ എൻ്റെ ഇൻസ്റ്റ കയറിയിട്ട് ഏട്ടനെ തപ്പാൻ തുടങ്ങി. എൻ്റെ ഇൻസ്റ്റയുടെ പാസ്വേഡ് വാങ്ങി പട്ടി പാസ്വേഡ് സെറ്റാക്കി മാറ്റി ഞാൻ എൻ്റെ ഇമെയിലിൽ തുടങ്ങിയ ഇൻസ്റ്റ ഞാൻ വെച്ച ഇൻസ്റ്റ ഐ ഡി ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ എന്ന് പറഞ്ഞങ്ങാട് ആ ടിങ്കിൾ ഡോൾസ് ഞങ്ങൾ രണ്ടുവാ. ഞാൻ മാത്രം കഴിച്ചു. ആ ടിങ്കിൾ ഡോള് എന്നിട്ട് നിങ്ങൾ മാത്രമായി മാറ്റിയില്ലേ? പിന്നെ പാസ്വേഡ് മാറ്റി. ഞാൻ ഇന്നോട് പറയണ്ടേ പാസ്വേഡ് മാറ്റിയത്? ഞാൻ ഐ.ടി. താരം. എന്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് കേരള നോക്കിയാൽ എന്റെ നമ്പർ കിട്ടും. എന്റെ വീഡിയോ നമ്പർ ഉണ്ട്. പക്ഷേ അതാർക്ക് പോകണം. അവിടെ കിട്ടണ്ടേ? കൊണ്ട് കിട്ടിയിട്ട് കാലല്ലേ ഞാനാണ് നാത്തോറിടാ എന്റെ ഫോട്ടോ എടുത്തില്ലെന്നേ. അതുകൊണ്ട് എന്റെ അക്കൗണ്ട് കിട്ടും. ശരത്ത് ഏത് ശരത്ത്? എങ്ങനെയാ എന്റെ ഫോട്ടോ പോലും നീ കാണിക്കാതെ വിളിച്ചോണ്ട് വന്നേ എനിക്ക് മനസ്സിലാവട്ടെ. ഇടയ്ക്കുള്ള അമ്മ ചോദിച്ചിട്ടുണ്ട് എന്റെ ഫോട്ടോ എന്നല്ലേ. അപ്പൊ എന്താ പറഞ്ഞേ? കാണാൻ എങ്ങനെയാന്നൊക്കെ ചോദിച്ചാ സത്യം പോലെ പറഞ്ഞു പെൺഡ്രൈവിലാണ്. എന്നിട്ട് പിന്നെ അഞ്ജലിക്ക് ഒന്നും നിങ്ങളെ ഐഡിയ അറിയില്ല, നമ്പർ അറിയില്ല, ആർക്കും ഒന്നും അറിയില്ല. ഉദയനെ വിളിച്ചില്ല. അറിയില്ല അവനെ വിളിക്കുമല്ലോ. ആദ്യം അറിയില്ല. എന്നിട്ട് ഐ ടി ഐയിൽ ആ ഒരു ടൈമിൽ അതിന്റെ കുറച്ച് മുന്നേറ്റല്ലേ ഐ ടി ഐയിൽ മറ്റേ ഋഷി ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചതോ അങ്ങനെ തോന്നുന്നു. അങ്ങനെ ഓനെ വിളിച്ച് ഓൻ ഇൻസ്റ്റ മെസ്സേജ് അയച്ചു. ഓനോട് വിളിച്ച് അങ്ങനെ നമ്പർ കിട്ടി. വിളിച്ചു നോക്കിയപ്പോൾ അത് സ്വിച്ച് ഓഫ്. ഓക്കെ ഡൺ ഒക്കെ തീരുമാനിച്ചു. ഞാൻ അമ്മനെ വിളിച്ചു. അമ്മ ഏട്ടൻ്റെ ഫോൺ നമ്പർ കിട്ടി അത് സ്വിച്ച് ഓഫ് ആണ്. അമ്മ അത് നമ്പർ ഇങ്ങോട്ട് അയക്കാം അത് അയച്ചു. ഈ അമ്മ അഞ്ചിനെ ഓള് പറഞ്ഞിട്ട് ഞാൻ ആരൊക്കെയാ വിളിച്ചത്? ഒരു മനുഷ്യറ്റാ കിട്ടും. അല്ലില്ല അത് അതുണ്ട്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും ആ കാര്യത്തിൽ മാത്രം. ബാക്കിയുള്ള പക്ഷേ കാര്യത്തിലൊന്നും ഞാൻ കൊള്ളില്ല. കാര്യം ചോദിക്കട്ടെ, അഥവാ ഈ വിശ്വസിച്ച് പോയിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരാളല്ലെങ്കിൽ ശിവസുന്ദരം. അവളെ കഞ്ചാവ് വീണ്ടും കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഗൈസ്. എന്നിട്ട് രാത്രിയായപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.